എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മി പോകുന്നത് ബാംഗ്ലൂർക്കാണ്. അമ്മയുടെ കൂടെ ഞങ്ങളും. പക്ഷെ അവിടെ നിന്ന് അമ്മി ഞങ്ങളോട് യാത്ര പറഞ്ഞ് UK പോകും. എല്ലാവരുടെ മുഖത്തിൽ ചിരിയും സന്തോഷം ഉണ്ടെങ്കിലും അപ്പയുടെ മുഖത്തിൽ സങ്കടം കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ്. വിഷമം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാതെ അവർ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അപ്പ തോറ്റുപോയി. അപ്പയുടെ വിഷമം എല്ലാവരും അറിഞ്ഞു. കോ ഡ്രൈവറായ ഞാൻ കൂടെ പോകുന്നത് ഈ മെയിൻ ഡ്രൈവർ ഉറങ്ങാതിരിക്കാനാണ്. ആശാന ശിഷ്യനെ കൂടെ കൂട്ടാലോ, അതുകൊണ്ടാണ് ഞാനും പിന്നെ പോയേക്കാന്ന് വെച്ചത്. ഈ ലൈറ്റൊക്കെ ഇട്ട് കത്തിച്ചു പോകുന്നതാണ് നമ്മുടെ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ലീഫ്. എന്നാ നീളമല്ലേ! ഈ കാഴ്ചകളെല്ലാം കണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് അടുത്തൊരു കാഴ്ച കണ്ടത്. ഒരു വണ്ടി ആക്സിഡൻ്റായി. അതിൽ നിന്ന് ആരൊക്കെയോ ഇറങ്ങാൻ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള പേടി അതായിരുന്നു, ഞാനെങ്ങാനും വണ്ടി എടുത്താൽ വണ്ടി എങ്ങാനും മറിയോ. അതുകൊണ്ട് തന്നെ മാക്സിമം മെയിൻ ഡ്രൈവർ ഓടിക്കുന്നതല്ലേ നല്ലത്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് അമ്മി അപ്പായെ വീണ്ടും ഫോൺ വിളിക്കാൻ തുടങ്ങി. എന്താല്ലേ! അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര ബാംഗ്ലൂർ എത്താറായിരിക്കുന്നു. ബാംഗ്ലൂർ വിശേഷങ്ങളല്ല അടുത്ത വീഡിയോയിൽ പറയാട്ടോ.